ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ഓർഗനൈസേഷണൽ ബിഹേവിയറിലെ മൊഡ്യൂൾ 3 ആണ് മോട്ടിവേഷൻ. മോട്ടിവേഷണൽ ഡെഫിനിഷൻ വില്യം ജി സ്കോട്ട് എന്താ പറയണമെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അക്കംപ്ലിഷ് ചെയ്യുന്ന ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ എന്തെങ്കിലും നീഡ്സൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, മോട്ടിവേഷൻ അവരെ മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ, ഇപ്പോൾ ഒരു ലേബറിനാണെങ്കിൽ ഒരു വർക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ ലീഡർ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും സമ്മാനം ബോണസ് ആയിട്ടുള്ള സാലറി കൂട്ടിക്കൊടുക്കുക, അങ്ങനത്തെ ബോണസ് കാരണം ഇവർക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു വർക്ക് ഗോൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം, ഒരു മോട്ടിവേഷൻ വരുന്നു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. കൈൻഡ്സ് ഓഫ് മോട്ടിവേഷൻ അഥവാ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ രണ്ട് രീതിയിലോട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അപ്പോൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു മോട്ടിവേഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എക്സാമിന് പാസ്സാവണം. അപ്പോൾ എക്സാമിന് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മളൊരു മോട്ടിവേഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ആരും വന്ന് എഴുതി തരില്ല. നമ്മളെ തന്നെ ഉള്ളിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. നമുക്ക് കൂടുതൽ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പഠിച്ചത് അച്ചീവ് ചെയ്യണം. ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു മോട്ടിവേഷൻ കൊണ്ടുവരിക. അതാണ് ഇൻട്രിൻസിക്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ്, നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, എൻജോയ്മെൻറ്റ് ചെയ്യിപ്പിക്കുക, ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കുക. രണ്ടാമത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, അതായത് പുറത്തു നിന്നുള്ളൊരു മോട്ടിവേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എക്സാമാണ്. അപ്പോൾ ഇൻട്രിൻസിക് അറിയുമ്പോൾ നമ്മൾ തന്നെ ഉള്ളത് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ പുറത്ത് നിന്ന് ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. നാളെ എക്സാം അല്ലേ, എന്തായാലും പോയി എഴുത്, അങ്ങനെ പുറത്ത് നിന്ന് വേറൊരു വ്യക്തി നമുക്ക് എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അതിനാണ് എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു വ്യക്തി മോട്ടിവേഷൻ സ്പീച്ചൊക്കെ തരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ അവർ പറയുന്ന ആ ഒരു മോട്ടിവേഷൻ്റെ ക്ലാസ് കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൈക്ക് അവരൊന്ന് ഇൻസ്പയർ ആവുക. അപ്പോൾ ഇതാണ് എക്സ്ട്രിൻസിക്. അതായത് ഒന്നെങ്കിൽ നമ്മളെ വേറെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും വീഡിയോ കണ്ട് അവിടെ മോട്ടിവേറ്റ് ആവണത്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രിൻസിക്, പുറത്തു നിന്നുള്ള മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് തിയറീസ് ഓഫ് മോട്ടിവേഷന്. രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഏർലി തിയറി. ഈ ഏർലി തിയറിൻ്റെ കേസിൽ 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ ഇവിടെ ഈ മാസ്ലോ എന്താണ് പറയണതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വ്യക്തിക്ക് 5 നീഡ്സുകൾ ഉണ്ടാകും. 5 നീഡ്സുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു പേഴ്സൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എൻഡിങ് ഇല്ല. അവിടെ ഒരു വ്യക്തിക്ക് ഒരു നീഡ് കഴിഞ്ഞാൽ വേറെ നീഡ് ഉണ്ടാകുന്നു. ഒരിക്കലും എൻഡിങ് ഇല്ലാത്തൊരു പ്രോസസ്സാണ് ഒരു മനുഷ്യൻ്റെ നീഡ് എന്ന് പറയുന്നത്. അതിനിവിടെ ഈ മാസ്ലോ 5 സ്റ്റേജസ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് സൈക്കോളജിക്കൽ നീഡ്സ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള നീഡ്സുകളാണ് സൈക്കോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജോലി, അതുപോലെ തന്നെ ഭക്ഷണം, വസ്ത്രം, വീട്, ഇതാണ് ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ജീവിച്ചു പോകാനുള്ള ബേസിക് ആയിട്ടുള്ള, അതായത് ഭക്ഷണം, വസ്ത്രം, വീട്, ബേസിക് ആയിട്ടുള്ള നീഡ്സ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഫസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യേണ്ട അവരുടെ നീഡ്സ്. ഏതൊരു മനുഷ്യൻ്റെയും ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള നീഡ്സൊക്കെ നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ അടുത്ത നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ്. അതായത് ജോലി കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട്. ഇപ്പോൾ ഇപ്പോൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, പണിയെടുക്കാതെ കിട്ടുന്ന പൈസ ഉണ്ടാവുമല്ലോ, പെൻഷനൊക്കെ. ഇതാണ് സേഫ്റ്റി നീഡ്സ്. അതായത് തൻ്റെ ഒരു ഏജ് കഴിഞ്ഞാലും തനിക്ക് സേഫ്റ്റിയോടെ എന്ത് ചെയ്യണം, ഇവിടെ ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാഷ് നീഡാണ്. അപ്പോൾ അങ്ങനെ സേഫ്റ്റി ആയിട്ടുള്ള നീഡ്സ് നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭങ്ങൾ, അങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഫണ്ട് ഉണ്ടാക്കി വെക്കുക. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫണ്ട് ഉണ്ടാക്കി വെക്കുക. അതാണ് സേഫ്റ്റി നീഡ്സ്.
നെക്സ്റ്റ് സോഷ്യൽ നീഡ് ഓർ ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ്. അതായത് നമുക്കൊരു റിലേഷൻ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് കഴിഞ്ഞു, സേഫ്റ്റി നീഡ്സും കഴിഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്ന ഒരു മനുഷ്യൻ്റെ നീഡാണ് എന്ത്? സോഷ്യൽ നീഡ്സ്. അതായത് ഒരു റിലേഷൻഷിപ്പ്, ഒരു പാർട്ട്ണർ, ഒരു ലവ്, അങ്ങനെ സോഷ്യലായിട്ടുള്ള ഒരു നീഡ്. നെക്സ്റ്റ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ അയാൾക്ക് അച്ചീവ് ചെയ്യാം. ഈ 3 ബേസിക് ആയിട്ടുള്ള നീഡ്സും കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വരുന്നത് സെൽഫ് എസ്റ്റീം. അതായത് ഇങ്ങനെ ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ പ്രൊമോഷൻ കിട്ടുക, കോൺഫിഡൻസ് മേക്ക് ചെയ്യുക, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് ചെയ്യുക, ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെ മാക്സിമം അച്ചീവ് ചെയ്യാനുള്ളത്, പ്രൊമോഷനൊക്കെ അച്ചീവ് ചെയ്യാനുള്ള നീഡ്സ് ആയിരിക്കും പിന്നെ അയാൾക്ക് വരിക. ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് ഇത്രയും നീഡ്സ് കഴിഞ്ഞാൽ പിന്നെയുള്ള നീഡ് എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് അത്യാവശ്യം ആൾക്കാർ അറിയണം, നമ്മളെ 4 ആൾക്കാർ അറിയണം, അങ്ങനെ പറയുമല്ലോ. കുറച്ച് ഫേമസ് ഒക്കെ ആവാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ കാരണം നമ്മുടെ ഈ ഒരു ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം മേക്ക് ചെയ്ത് വെച്ചിട്ട് അത് നമ്മളാണ് മേക്ക് ചെയ്തതെന്നുള്ളത് 4 ആൾക്കാർ നമ്മളെ അറിയണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതൊരു നീഡാണ്. നമ്മളെ ഈ ലോകത്തുള്ള അത്യാവശ്യം ഒരു ചുരുക്കം കുറച്ച് പേരെങ്കിലും എന്നെ പറ്റി അറിയണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ആ ഒരു നീഡ് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്താ പറയുക, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്, നമ്മൾ സിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ കുറച്ച് പേര് അറിയണം, ആ ഒരു രീതിയിലോട്ട്. അപ്പോൾ ഇതാണ് എന്തൊരു മനുഷ്യൻ്റെ, ഒരു പേഴ്സൻ്റെ നീഡ്സ് എന്ന് പറയുന്നത്. അതായത് മാസ്ലോ ഹയറാർക്കി തിയറിയിൽ പറയുന്ന 5 നീഡ്സ്. നെക്സ്റ്റ് രണ്ടാമത്തെ തിയറിയാണ് ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറി. ഇവിടെ ഈ ഒരു ഹെർസ്ബർഗ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ ഫുൾ പേരെന്ന് പറയുന്നത് ഫ്രെഡറിക് ഹെർസ്ബർഗ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും എന്ത് ചെയ്തു? ഒരു ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഒരു 200ഓളം വ്യക്തികളെയാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ കുറച്ച് എൻജിനീയേഴ്സിനെയും പല കമ്പനികളിൽ നിന്നുള്ള ഫൈനാൻസിനെയും അങ്ങനെ പല ആളുകൾ കൂടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അതായത് ഒരു 200ഓളം വ്യക്തികളെ അവരെന്ത് ചെയ്തു? ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഇവരോട് 2 കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിൽ പറ്റിയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ് നിങ്ങളോട് മെൻഷൻ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സാറ്റിസ്ഫൈ തരുന്ന ഒരു ഫാക്ടറും, അതുപോലെ തന്നെ നിങ്ങളെ വളരെ കുറച്ച്, അതായത് ഭയങ്കര ഡിസാറ്റിസ്ഫൈ ആക്കുന്ന ആ ഒരു ഫാക്ടറാണ് നിങ്ങളോട് പറയേണ്ടത്. അപ്പോൾ അവിടെയുള്ള ഓരോ വ്യക്തികളും പറഞ്ഞ 2 ഫാക്ടേഴ്സാണ് എന്ത്? ഹൈജീൻ ഫാക്ടേഴ്സും അതുപോലെ തന്നെ മോട്ടിവേഷൻ ഫാക്ടേഴ്സും. ഫസ്റ്റ് വൺ, ഹൈജീൻ ഫാക്ടേഴ്സ്. അപ്പോൾ എന്താണ് ഹൈജീൻ ഫാക്ടേഴ്സ്? അതായത് ഇൻഷുറൻസ് പോളിസി, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാന്, സാലറി സ്ട്രക്ചർ, ബോണസ്, ജോബ് സെക്യൂരിറ്റി, റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയേഴ്സ്. അപ്പോൾ ഇത്രയുമായിട്ടുള്ള മോട്ടിവേഷൻസ് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രസൻസയുടെ ആബ്സെൻ്റ് ആണ്. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ഇല്ല, ആബ്സെൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. പക്ഷെ ഇതില്ല വിചാരിച്ചിട്ട് നമ്മളൊരിക്കലും ചെയ്യാതിരിക്കൂല വർക്ക്. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും. പക്ഷെ ഇതില്ല വിചാരിച്ചിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കാൻ പറ്റൂല. പക്ഷെ നമുക്കൊരു ഉള്ളിനുള്ളിലൊരു എന്തുണ്ടാവും? ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ. ഇതൊരു ഇൻട്രൻസിക് ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ ആയിരുന്നു. പക്ഷെ ഇതില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരും. അതായത് ഇപ്പോൾ ഒരു വ്യക്തി കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് പോളിസി, അതായത് അവർക്ക് ഇൻഷുറൻസിൻ്റെ പോളിസി അതിൻ്റെ കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്കൊരു ധൈര്യമാണല്ലോ, ഓക്കെ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻസ്, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ചെയ്യുമ്പോൾ, അതായത് ഇന്നൊരു വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർഡ് ചെയ്യും, അത് റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് കോളേജിലൊന്നും അങ്ങനെ പെൻഷൻ കൊടുക്കണില്ല. അപ്പോൾ റിട്ടയർമെൻറ്റ് പോളിസി ഒന്നും ഇല്ല. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റി നീഡായിരുന്നു. പിന്നെ നമുക്ക് ബോണസ്, ജോബ് സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായി, നമുക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു, കുറച്ചുകൂടി മോട്ടിവേഷൻ ആക്കും. നമ്മൾ ആ ഒരു ജോബ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഗോള് അവിടെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മോട്ടിവേഷൻ തരും. പക്ഷെ ഇതില്ല വിചാരിച്ചിട്ട് ഇവർക്ക് എന്താണ്, ജോലി ചെയ്യാതിരിക്കുന്നില്ല, പക്ഷെ കുറച്ച് ഡിസാറ്റിസ്ഫാക്ഷൻ ആകും. അതാണ് എന്ത്? ഹൈജീൻ ഫാക്ടേഴ്സിൽ പറയണത്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്ന ഫാക്ടറാണ് മോട്ടിവേഷൻ ഫാക്ടേഴ്സ്. ഇവിടെ ഇത് സാറ്റിസ്ഫാക്ഷൻ കൂടിയതാണ്. നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ്റെനൻസ് ഫാക്ടേഴ്സ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ ഫാക്ടേഴ്സ്.
മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിന് മറ്റൊരു പേര് സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ എന്ന് തന്നെയാണ്. കാരണം അതിൽ അച്ചീവ്മെൻറ്റ് ആൻഡ് റെക്കഗ്നിഷൻ, ചാലഞ്ചിങ് ജോബ്, ഓപ്പർച്യൂണിറ്റീസ് ടു പേഴ്സണൽ ഗ്രോത്ത്. അതായത് ഇവിടെ ഒരു എംപ്ലോയി നല്ല രീതിയിലോട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വർക്ക്സ് അവർ കൊടുക്കുന്നത്. അതായത് അച്ചീവ്മെൻ്റ് ആൻഡ് റെക്കഗ്നിഷൻ, അതായത് അവർ ഓരോ വർക്ക് അച്ചീവ് ചെയ്യുമ്പോഴും അതിനുള്ള ഓരോ മോട്ടിവേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ ചലഞ്ചിങ് ജോബ്, അതായത് ഓരോ വ്യക്തിക്കും അവർ ചലഞ്ച് ചെയ്തുകൊണ്ടൊരു ജോബ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ജോബ് ചെയ്യാൻ അർഹരാണ്. അവർക്ക് ആ ഒരു സ്കിൽ ഉള്ളത് കൊണ്ടാണ് അവരുള്ള മാനേജർ അവർക്ക് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്. എങ്ങനെ? ഓപ്പർച്യൂണിറ്റീസ് ടു പേഴ്സണൽ ഗ്രോത്ത്. ഓരോ ചലഞ്ചിങ് ആയിട്ടുള്ള ജോബ് കൊടുക്കും തോറും അവർക്ക് എന്താണ് അവരുടെ വർക്കിലുള്ള ആ ഒരു ഗ്രോത്ത്, അറിവുകൾ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കോൺഫിഡൻസും അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് അവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഇത്രയും കാര്യങ്ങൾ അവർക്ക് എന്താണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു എംപ്ലോയീസിനെ മോട്ടിവേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. മറിച്ച് ഇതൊന്നും ഇത്രയും കാര്യങ്ങൾ അവിടെ ആബ്സെൻസ് ആണ്, അതായത് ചെയ്യാൻ കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിസാറ്റിസ്ഫാക്ഷനാവും. അപ്പോൾ ഈ രണ്ട് തിയറിയാണ്, അതായത് ഹൈജീൻ ഫാക്ടറും അതുപോലെ തന്നെ മോട്ടിവേഷൻ ഫാക്ടറാണ് ബർക്കിൻ്റെ ആ ഒരു തിയറിയിൽ പറയണത്. മൂന്നാമത്തെ തിയറിയാണ് മെക്കലാൻഡ്സ് തിയറി ഓഫ് നീഡ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു മെക്കലാൻഡും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കണ്ടെത്തിയിട്ടുള്ളൊരു തിയറിയാണ്. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറിയിൽ മാസ്ലോ 5 നീഡ്സ് ആയിട്ട് ഒരു ഹ്യൂമൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് 5 രീതിയിലോട്ടായിട്ട് സ്റ്റേജ് ചെയ്യാണ്ട് കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവിടെ മെക്കലാൻഡ് പറയണത് ഒരു ഒരു ഹ്യൂമൻ ബീങ്ങിന് 3 നീഡ്സാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നീഡ് ഫോർ, ഇവിടെ അവരെന്തായിരിക്കും ചലഞ്ചിങ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ്. അതായത് അവർക്ക് അവരുടെ ജോബിൻ്റെ കേസിലും എന്തായിക്കോട്ടെ അവർ ചലഞ്ചിങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആളുകളാണ്. അതായത് അവർക്ക് ആ ഒരു ചലഞ്ചിങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓരോ ഹ്യൂമൻ ബീങ്സും ആയിരിക്കും അവരെന്ന് പറയണത്. അതിന് വേണ്ടിയിട്ട് പ്ലാനിങ് ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അതിനൊരു ചലഞ്ചിങ് ആയിട്ടൊരു ചലഞ്ചാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള ബേസിൽ അവരെന്ത് ചെയ്യുന്നു ആ ഒരു അച്ചീവ്മെൻറ്റ് കൈവരിക്കും. അതാണ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. രണ്ടാമത് നീഡ് ഫോർ പവർ. ഇവിടെ പവർ ഡിസയർ, അതായത് പവർ ആവശ്യമുള്ള വ്യക്തികളായിരിക്കും. ഇപ്പോൾ അവരെന്താണോ പറയണത് അത് മറ്റുള്ളവർ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ലീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഒരു ലീഡർഷിപ്പ് മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരായിരിക്കും ഇത്തരം നീഡ് ഫോർ പവർ. ഇവർക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതുപോലെ തന്നെ സ്പീച്ച് ചെയ്യാനൊക്കെ ഉള്ള കഴിവുകൾ കൂടുതലായിരിക്കും. കാരണം ഇവരുടെ നീഡെന്ന് പറയുന്നത് ഒരു പവർ കൈവരിക്കുക, അതായത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ താനാവണം എന്നുള്ള രീതിയിലോട്ടൊരു പവർ കൈവരിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ലീഡ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഇയാൾ ലീഡറായിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതുപോലെ തന്നെ താൻ എന്ത് പറയുന്നു അത് ശരിയാണെന്ന് അംഗീകരിപ്പിക്കണം. അതുപോലെ തന്നെ ഒരു പവറുള്ള ആളുകളായിരിക്കും ഇവരെന്ന് പറയുന്നത്. മൂന്നാമത് നീഡ് ഫോർ അഫിലിയേഷൻ. ഇവരെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സോഷ്യലി ഇൻട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇവർക്ക് പരസ്പരം സ്നേഹിക്കപ്പെടുക, മനുഷ്യരെ സ്നേഹിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ നീഡ്സ്. അതായത് സോഷ്യലി ഭയങ്കര കോർഡിനേഷൻ ആയിരിക്കും ഇവർക്ക്. സോഷ്യലി ഉള്ള ആളുകളൊക്കെ ഭയങ്കര ഇഷ്ടം, അവരോട് നല്ല കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അവരുടെ നിന്ന് സ്നേഹം കൊതിക്കുന്നവരും അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുകളും അതുപോലെ തന്നെ ഗ്രൂപ്പ് ആയിക്കൊണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും, അങ്ങനെ ഒരു സോഷ്യലി ഇൻട്രാക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ചെയ്യണം എന്നൊക്കെ ഡിസൈർ ചെയ്യുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് ഒരു കൂട്ടം വ്യക്തികളുടെ നീഡാണ് സേഫ്റ്റി ഫോർ അഫിലിയേഷൻ. അപ്പോൾ ഇതാണ് മെക്കലാൻഡ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിയിൽ വരുന്നത്. ഇന്നുള്ള ടോപ്പിക്ക് നമ്മളെ മോട്ടിവേഷൻ തിയറീസിലെ കണ്ടംപററി തിയറീസാണ്. അതിൻ്റെ കീഴിൽ 3 ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവിടെ ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് അയാൾ ആ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു സ്ട്രെങ്ത് ഓഫ് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്ക് ഇത്രത്തോളം ഔട്ട്കം കിട്ടും,
ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ കേസിൽ അയാൾ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡൻസി കൂടും. അയാൾക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടും. കാരണം ഒരു എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ, അയാൾ ഓൾറെഡി ആ ഒരു കാര്യം ചെയ്താൽ ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഇത്രത്തോളം സാധനം കിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ത് ചെയ്യുന്നു, അയാളെ ഹൈലി മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി PSC എക്സാമിന് വേണ്ടി ഹാർഡ് വർക്ക് എടുക്കുകയാണ്. അങ്ങനെ ഹാർഡ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അയാളെ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഹാർഡ് വർക്ക് എടുത്താൽ അയാൾക്ക് ആ ഒരു എക്സാമിൽ പാസ്സായി ഗവൺമെൻറ് ജോബ് വാങ്ങിയാൽ നല്ലൊരു സാലറി കിട്ടും. അതാണ് അവിടുത്തെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ അയാൾക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ഫുൾ എഫേർട്ട് ഇട്ടുകൊണ്ട് പഠിക്കുന്നു. അതുതന്നെയാണ് എന്ത്, ബ്രൂംസ് എക്സ്പെക്റ്റേഷൻ തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതായത് ഔട്ട്പുട്ട് കിട്ടിയിട്ട് ആ ഓരോ ഇൻഡിവിജ്വൽസിനും അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയാൽ അവരുടെ പേഴ്സണൽ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, ബ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാനുണ്ടെങ്കിൽ ഫസ്റ്റ് പുട്ടിങ് എഫേർട്ട്. അതായത് അവിടെ ഒരു വ്യക്തി എന്താണ്, ഇപ്പോൾ ഒരു കമ്പനി ബേസിൽ പറയാനുണ്ടെങ്കിൽ ഒരു വ്യക്തി നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുകയാണ്. അങ്ങനെ എഫേർട്ട് എടുത്താൽ അവിടെ പെർഫോമൻസ് അപ്രൈസൽ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ഇടുന്ന ആ ഒരു എഫേർട്ടിനെ അവിടുത്തെ മാനേജേഴ്സ് എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, ഇയാൾ എന്തുകൊണ്ടാണ് ഇത്ര എഫേർട്ട് ഇടുന്നത്, മാനേജേഴ്സ് വാല്യൂ ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അവർ വാല്യൂ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് അപ്രൈസൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യും, അവിടെ ബോണസോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ സാലറി ഇൻസെൻറ്റീവോ അങ്ങനെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഗോൾ എന്ന് പറയുന്നത് അവർക്ക് ബോണസ് കിട്ടുക, പ്രൊമോഷൻ കിട്ടുക. അപ്പോൾ അവരുടെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എഫേർട്ട് ഇടുന്നു അവരുടെ വർക്കിൽ. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ അതാണ് സംഭവം. ഇനി ഇതിൻ്റെ 3 kinds ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് എഫേർട്ട് പെർഫോം റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ നല്ല രീതിയിലോട്ടൊരു വർക്കിൽ എഫേർട്ട് ഇടാന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനനുസരിച്ചിരിക്കും. അതായത് എക്സാമ്പിൾ, ഒരു കുട്ടി 1 മണിക്കൂർ ഇരുന്ന് പഠിച്ച് എക്സാം എഴുതുന്നതും 5 മണിക്കൂർ ഇരുന്ന് പഠിച്ച് എക്സാം എഴുതുന്നതും ഡിഫറെൻ്റ് ഉണ്ട്. അവിടെ ഒരു കുട്ടി 1 മണിക്കൂറാണ് എഫേർട്ട് ഇട്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് അതിനനുസരിച്ചിട്ടുള്ളേ ഉണ്ടാവുള്ളൂ. 5 മണിക്കൂർ എഫേർട്ട് എടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫലം ആ ഒരു ആൻസർ പേപ്പറിൽ കാണും. നെക്സ്റ്റ്, പെർഫോമൻസ് റിവാർഡ് റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ എഫേർട്ട് എടുത്ത് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ റിവാർഡ് കിട്ടും. നെക്സ്റ്റ്, റിവാർഡ് പേഴ്സണൽ ഗോൾ. അങ്ങനെ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഓരോ വ്യക്തിക്കും ആ റിവാർഡ് അവർക്ക് അവരുടെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് 3 kinds ഓഫ് റിലേഷൻഷിപ്പ്. ദെൻ കീ എലമെൻറ്റ്സ് ഓഫ് തിയറി. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അതായത് എക്സ്പെക്റ്റൻസി തിയറി. അപ്പോൾ എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കീ എലമെൻസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ എക്സ്പെക്റ്റൻസി. അതായത് ഇവിടെ ഒരു വ്യക്തി വിശ്വസിക്കണം, എന്താണ് ബിലീഫ് ചെയ്യണത്, അതായത് നല്ല രീതിയിലോട്ട് എഫേർട്ട് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു പെർഫോമൻസ് മേക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് PSCൻ്റെത്. അതായത് നല്ല ഹാർഡ് വർക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാമിന് നല്ലൊരു എഫേർട്ട് ഇടാൻ പറ്റും. രണ്ടാമത്തത് ഇൻസ്ട്രുമെൻ്റൽ അറിയുമ്പോൾ നമ്മളങ്ങനെ എഫേർട്ടൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിയിലോട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഔട്ട്കം നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വാലുവൻസ് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ടാകും. ഇപ്പോൾ പല വ്യക്തികൾക്കും എന്തായിരിക്കും, അത് മണീൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷന് അങ്ങനത്തെ രീതിയിലോട്ടായിരിക്കും. അപ്പോൾ ചില പേഴ്സൺസിന് അവരുടെ പെർഫോമൻസൊക്കെ നല്ലതായി അവർക്ക് റിവാർഡ് കൊടുക്കുന്നത് മേ ബി എന്തിൻ്റെ കേസിലായിരിക്കും, ഒന്നെങ്കിൽ മണീൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ആ രീതിയിലോട്ടാകാം, അല്ലെങ്കിൽ ബോണസ്, അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ഹവർ കുറച്ചുകൊണ്ട്, അങ്ങനെ പല രീതിയിലോട്ടാകാം അവർക്ക് ഓരോരുത്തർക്കും ഓരോ വാലുവൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ബ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി. നെക്സ്റ്റ് തിയറിയാണ് ഗോൾ സെറ്റിംഗ് തിയറി. അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സിലോട് പറയാം. ഫസ്റ്റ് വൺ, സ്പെസിഫിക് ആൻഡ് ക്ലിയർ.
അതായത് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്പെസിഫിക് ആവണം, അതുപോലെ തന്നെ ക്ലിയർ ആവണം. അതായത് നമുക്കൊരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ പാടില്ല, അത് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എംപ്ലോയിക്ക് അവിടെ എന്ത് ചെയ്യുന്നു, മാനേജർ ഒരു മാസത്തിനുള്ളിൽ, അത് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു മാസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അവിടെയുള്ള സെയിൽസ് 10% കൂട്ടണം. അപ്പോൾ ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ് ആൻഡ് ക്ലിയർ ആണ്. അതായത് 10% സെയിൽസ് കൂട്ടണം ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതന്നെ ഗോൾ സെറ്റിൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എല്ലാം മെൻഷൻ ഗോൾ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ടും ക്ലാരിറ്റിയോട് കൂടിയിട്ടും അവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എംപ്ലോയീസും തമ്മിലൊന്നും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത് റിയലിസ്റ്റിക് ആൻഡ് ചലഞ്ചിങ്. റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ 10% സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അത് ഓൾറെഡി എന്താണ്, ഒരു വ്യക്തി ഇതിന് മുന്നേ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മാസം 10% സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വ്യക്തി ആ ഒരു കമ്പനിയിൽ ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം പോസിബിൾ ആണെന്നറിയാം. അപ്പോൾ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ ഒരു ഗോൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു മാസം 90% സെയിൽസ് കൂട്ടണം എന്ന് പറയാതെ ഇമ്പോസിബിൾ ആണ്. 10% എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയൊരു ശതമാനമാണ്. പക്ഷേ ഈ ഒരു 90% എന്ന് പറയുമ്പോൾ അതൊരു ഹൈ ലെവലാണ്. ഒരു മാസം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് സെയിൽസ് 90% കൂട്ടാൻ പറ്റില്ല. കാരണം നമ്മുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ്, എൻവിറോൺമെൻറ്റ് സ്റ്റേബിൾ ആവാത്തത് കാരണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു ഗോളിൻ്റെ കേസിൽ. അപ്പോൾ കൊടുക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസേ കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് എങ്ങനെയാണെന്ന് ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അവർക്ക് എത്രത്തോളം ചലഞ്ചിങ് ചെയ്യാൻ കഴിയും എന്നതിന് ബേസ് ചെയ്തിട്ട് വേണം അവർക്ക് അവിടെ ഒരു ഗോൾ കൊടുക്കാൻ. ഇപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഒരു മാസം 10%. ഇനി നല്ല ഹൈ ലെവലിൽ നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ 15%. അങ്ങനെ നമ്മൾ കൊടുക്കണം. ഓരോരുത്തരുടെയും പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. നെക്സ്റ്റ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് വാങ്ങാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു മാനേജർ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു ഗോൾ കൊടുത്തിട്ടുണ്ടാകും. അതായത് ഈ ഒരു മന്ത് 12% സെയിൽസിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞൊരു ഗോൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അതിന് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 1 വീക്കാണ്. അപ്പോൾ അദ്ദേഹം ഫസ്റ്റത്തെ വീക്കിൽ മാനേജർ അയാൾ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ വളരെ മോശമായിരിക്കും. അയാൾക്ക് തീരെ എന്ത് ചെയ്യണം, സെയിൽസ് കൂട്ടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മാനേജർ പറയും, ഈ ഒരു ആഴ്ച വളരെ വീക്കാണ്, നിങ്ങൾ നല്ല ശ്രമിക്കുക, 1 മന്ത് കൂടി ഉണ്ട്, അതിനുള്ളിൽ നിങ്ങൾ 12% സെയിൽസ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന പ്രകാരം അയാൾക്ക് അദ്ദേഹത്തെ നിലവാരം മനസ്സിലാവുകയും എവിടെയൊക്കെ മെച്ചപ്പെടണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതാണ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. മൂന്നാമത്തെ തിയറിയാണ് ഇക്വിറ്റി തിയറി. അപ്പോൾ ഇക്വിറ്റി തിയറി എന്ന് പറയുമ്പോൾ സമം, അതായത് ഒരു കമ്പനിയിലുള്ള ഒരു എംപ്ലോയി അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, അതായത് സെയിം ക്വാളിഫിക്കേഷനും സെയിം എക്സ്പീരിയൻസും ഒക്കെ ഉള്ളൊരു എംപ്ലോയി, അത് അയാളെ പോലെ തന്നെ വേറൊരു എംപ്ലോയി ഉണ്ട്. അതായത് അയാളെ സെയിം എഡ്യൂക്കേഷൻ സെയിം എക്സ്പീരിയൻസ് അയാളെ പോലെ തന്നെ വേറൊരു എംപ്ലോയി ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു എംപ്ലോയിക്ക് ഇൻസെൻറ്റീവ്സ്, അതായത് സാലറി കൂടുതലും, എന്നാൽ അദ്ദേഹത്തിൻ്റെ സെയിം ഫീച്ചേഴ്സ് ഉള്ള ആ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യുന്നു, സാലറി കുറവും കിട്ടുന്നു. അപ്പോൾ അതാണ് ഇക്വിറ്റി. അപ്പോൾ ഇവിടെ എന്താണ്, അതായത് സെയിം ഇൻപുട്ടുള്ള എംപ്ലോയീസിന് 2 പേർക്കും സെയിം ആയിട്ടുള്ള ഒരു സാലറി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും കേസ് പറയുന്നുണ്ട്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിൻ്റെ എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഇൻപുട്ടായിട്ട് വരുന്നത്. ഔട്ട്പുട്ട് പറയുമ്പോൾ അവരുടെ ഇൻപുട്ടിൻ്റെ ബേസിൽ അവർക്ക് കൊടുക്കുന്ന ഔട്ട്പുട്ടുകൾ, അതായത് ബോണസ്, ഇൻസെൻറ്റീവ്സ്, സാലറി സ്ട്രക്ചർ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓവർ റിവാർഡഡ് ഉണ്ട്. അതായത് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അറിയുമ്പോൾ ഇവിടെ ലൈക്ക് ഒരു എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഇതൊക്കെ മറ്റൊരു വ്യക്തിനെ വെച്ച് അദ്ദേഹത്തിൻ്റെ കോവർക്കറിനെ വെച്ച് നോക്കുമ്പോൾ സെയിം ആയിരിക്കും. മറ്റേ കോവർക്കറിന് എന്താണോ ഫീച്ചേഴ്സ് ഉള്ളത് അതുതന്നെയായിരിക്കും ഈ ഒരു വ്യക്തിക്ക്. പക്ഷേ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, മറ്റേ കോവർക്കറിനേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇദ്ദേഹം കൂടുതൽ മോട്ടിവേറ്റ് ആവും. കാരണം എന്താണ്, സെയിം ക്വാളിഫിക്കേഷനും സെയിം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഇദ്ദേഹത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് അവിടെ കുറച്ച് കൂടുതലാണ്.
നെക്സ്റ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ഫെയർ ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. അതായത് രണ്ട് വ്യക്തികൾക്കും സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കം കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഫെയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് അണ്ടർ റിവാർഡ് അറിയുമ്പോൾ സിമിലർ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഉണ്ടാകുന്നു. അതിലൊരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയേക്കാൾ കുറവ് കൊടുക്കുന്നു, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററിലെ മോട്ടിവേഷൻ തിയറീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഗ്രൂപ്പ് നോംസ് ഇതിനെ പറ്റി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.